السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. സമഗ്രവും സമ്പൂർണവുമായ ഒരു മതമാണ് മുഹമ്മദ് നബിയിലൂടെ നാം കാണുന്നത്. വേദഗ്രന്ഥങ്ങളുടെ മഹാത്ഭുതമായിരുന്നു അതിൻ്റെ പൂർത്തീകരണം. സന്ദേശങ്ങളുടെയും ദർശനങ്ങളുടെയും എല്ലാം പൂർത്തീകരണം. ലോക ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിയ വചനമാണ് പുണ്യനബിയിലേക്ക് ഇറങ്ങിയ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. നിങ്ങൾക്ക് നാം മതത്തെ പൂർത്തിയാക്കി തന്നു എന്നല്ലാഹു. സഹസ്രാബ്ദങ്ങളായി ലക്ഷക്കണക്കായ പ്രവാചകന്മാർ വഴി വന്ന സന്ദേശത്തെ അള്ളാഹു ഏഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മുഹമ്മദ് നബിയുടെ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ഒരിടത്ത് പറയുന്നു, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈ. ഈ കിതാബിൽ, ഈ ഗ്രന്ഥത്തിൽ ഒന്നും വിട്ടേച്ച് പോയിട്ടേ ഇല്ല. എല്ലാം നീതിക്ക് വേണ്ടിയുള്ള ഗ്രന്ഥങ്ങളുടെ അവതരണത്തിൽ സമ്പൂർണ്ണ നീതിയുടെ അവസാന ഭാഗമാണ് ഖുർആൻ. എല്ലാ ജനങ്ങൾക്കും നീതി കിട്ടലാണ് വേദഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം. സൂറത്തുൽ ഹദീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് അർസൽനാ റസുലനാ ബിൽ ബയ്യിനാത്ത് وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس. വേദഗ്രന്ഥങ്ങൾ വന്നത് നീതിക്ക് വേണ്ടി. മനുഷ്യർക്കിടയിൽ എല്ലാ നിലയിലുമുള്ള നീതി നടത്തലായിരുന്നു വേദഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം. ലഖദ് അർസൽനാ റസുലനാ ബിൽ ബയ്യിനാത്ത്. സൂറത്തുൽ ഹദീദാണ് ഇത് പറയുന്നത്. ഗൗരവമായി ചിന്തിക്കുക. എല്ലാ നിലയിലുമുള്ള നീതി എല്ലാവർക്കും ലഭിക്കലാണ്. എന്തിനു വേണ്ടിയാ പ്രവാചകന്മാർ വന്നത്? എന്തിനു വേണ്ടിയാണ് മതഗ്രന്ഥങ്ങൾ വന്നത്? എന്തിനു വേണ്ടിയാണ് മതദർശനങ്ങൾ വന്നത് എന്നതിൻ്റെ ആകത്തുക കേവലമുള്ള ഈ ആരാധനകളുടെ ചടങ്ങുകൾ അല്ല എന്ന് നാം ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതല്ല പറയുന്നത്. ലഖദ് അർസൽനാ റസുലനാ ബിൽ ബയ്യിനാത്ത്. എന്തൊരു സന്ദേശമാണ് ആ പറയുന്നത്. ലഖദ് അർസൽനാ റസുലനാ ബിൽ ബയ്യിനാത്ത്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി നാം പ്രവാചകന്മാരെ അയച്ചു. വഅൻസൽനാ. എൻ്റെ കൂടെ നിങ്ങൾ അങ്ങോട്ട് ചിന്തിക്കണം. എന്നാൽ എന്താണ് വേദഗ്രന്ഥത്തിൻ്റെ സാരാംശം എന്ന് മനസ്സിലാവും. وأنزلنا معهم الكتاب والميزان. പ്രവാചകന്മാർക്ക് നാം വേദഗ്രന്ഥവും നൽകി, ത്രാസും നൽകി. وأنزلنا معهم الكتاب والميزان. മീസാൻ എന്ന വാക്ക് നീതിയുടെ അടയാളം. പ്രവാചകന്മാർ ത്രാസും കൊണ്ടൊന്നുമല്ലല്ലോ വന്നത്. അലങ്കാരികമായ പ്രയോഗമാണെങ്കിലും വേദഗ്രന്ഥത്തിലെ സാരാംശമാണ് ആ പ്രയോഗം. അൻസൽന
വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. വേദഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം നീതിയായി. എല്ലാ മനുഷ്യർക്കും നീതി ലഭിക്കാൻ വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുള്ളത്. ശാരീരികം, മാനസികം, ഗാർഹികം, ആരോഗ്യപരം എല്ലാം നല്ല. ഇതാണ് ഈ സന്ദേശത്തിൻ്റെയും ഈ വേദഗ്രന്ഥത്തിൻ്റെയും ഇവിടെ നാം അവതരിപ്പിക്കുന്ന അതിപ്രധാനപ്പെട്ട കാര്യത്തിൻ്റെയും ഏറ്റവും പ്രധാനമായി നാം ഉദ്ദേശിക്കുന്ന തലം. രണ്ടാമതായി വേദഗ്രന്ഥം പരിചയപ്പെടുത്തിയത് കാരുണ്യമാണ്. നീതിയും കാരുണ്യം. അള്ളാഹു തന്നെ കാരുണ്യം. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, അനവധി നാമങ്ങൾ. പക്ഷേ തന്നെ പരിചയപ്പെടുത്തിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര നാമങ്ങളാ ഉള്ളത്! അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നുണ്ട്. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم ലഹു ഇസ്മുൻ മിആ ഇല്ലാ വാഹിദ്. അല്ലാഹുവിന് അതിപ്രധാനപ്പെട്ട 99 നാമങ്ങളുണ്ട്. മനോഹരമായ നാമങ്ങൾ 99. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ വിശദീകരിക്കും. ഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൽ ലിമാ യുരീദ്. الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. അഹങ്കാരമുള്ളവൻ, അടക്കി ഭരിക്കുന്നവൻ, ആരെയും അടക്കിയിരുത്താൻ കഴിവുള്ളവൻ, യോഗ്യൻ, പരമയോഗ്യൻ. എന്നാൽ അവനെ പരിചയപ്പെടുത്തിയത് ഇതൊന്നുമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഥവാ ഖുർആൻ പരിചയപ്പെടുത്തിയ ദൈവം കാരുണ്യമാണ്. റഹ്മാൻ റഹീം. സത്യത്തിൽ മറ്റൊരു വിശേഷണമില്ലാത്തവനെ പോലെയാണ് ഈ പറയുന്നത്. റഹ്മാൻ എന്ന പദം റഹ്മത്ത് എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമാണ്. റഹീം എന്ന പദവും റഹ്മത്ത് എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചേഞ്ചാക്കാമായിരുന്നു, പക്ഷെ ചേഞ്ചാക്കിയില്ല. അല്ലാഹു കരുണയാണ്, കാരുണ്യമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടുക്കലുള്ള വേദഗ്രന്ഥങ്ങളുടെ അടിത്തറയായ ലോഹിൽ ആദ്യമായി എഴുതി വെച്ചത് ഇന്ന റഹ്മതീ തഗ്ലിബു ഗളബീ. എനിക്ക് നല്ല ഉള്ളത് കാരുണ്യമാണ് എന്ന് ഞാൻ വിശദീകരിക്കുന്നു. ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലാഹു കാരുണ്യമാണ്. ഖുർആൻ പരിചയപ്പെടുത്തിയ മുഹമ്മദ് നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേരുണ്ട് മുഹമ്മദ് നബി. അന മുഹമ്മദുൻ വ അന അഹ്മദു വ അനൽ ഹാശിറു വ അനൽ ആഖിബു. എത്ര പേരുണ്ട് മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. കാരുണ്യബോധം ചരിത്രത്തിൽ എന്നോ തർക്കവിതർക്കങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അവനെ തരമുള്ളൂ. കാരണം ഈ മതത്തിന്റെ അടിത്തറ തന്നെ കാരുണ്യം. കാരുണ്യമില്ലാതെ മതത്തിന് മുന്നോട്ട് പോകാനേ കഴിയില്ല. അത്രയും അടിത്തറയാണ് കാരുണ്യം. അല്ലാഹു കാരുണ്യമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണ്. ഖുർആനോ
വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മ. അല്ലാഹു നമുക്ക് കാരുണ്യബോധം നൽകട്ടെ. അതുകൊണ്ട് ആതുര സേവനത്തിന്റെ വിഷയം പറയുമ്പോൾ മറ്റേത് വേദഗ്രന്ഥത്തെക്കാളും പറയാൻ അർഹത വിശുദ്ധ ഖുർആനിൽ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ലോകത്തുള്ള വേദഗ്രന്ഥങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുടെ ഉരുപ്പടികളുമെല്ലാം കാരുണ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഒരു വേദഗ്രന്ഥത്തിന്റെ ആദ്യാക്ഷരി കാരുണ്യമായ ഒരേ ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. വേറൊരു ഗ്രന്ഥം അങ്ങനെയില്ല. എല്ലാ വേദഗ്രന്ഥത്തിനും കാരുണ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വേദഗ്രന്ഥത്തിന്റെ എല്ലാ അധ്യായങ്ങളുടെയും ആദ്യാക്ഷരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എല്ലാത്തിൻ്റെയും അടിത്തറ ഈ കാരുണ്യ വചനം കൊണ്ടാണ് ഖുർആൻ എല്ലാ അധ്യായങ്ങളും തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയം സമൂഹത്തിൽ സമർപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട അർഹത ഈ വേദഗ്രന്ഥത്തിന് തന്നെയാണ് എന്നതുകൊണ്ട് ഈ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളെ ഈ വിഷയത്തെ ബോധവൽക്കരിക്കുക എന്നതാണ് അടിസ്ഥാനപരമായി ഈ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ ചില കാര്യങ്ങളിലൂടെ രോഗികൾ എങ്ങനെയാണ് ഖുർആൻ അവരെ നോക്കിക്കാണുന്നത് എന്ന് ചില വാക്കുകളിലൂടെ മാത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിജ്ഞാനത്തെ നാഫിയാക്കി തരട്ടെ. അല്ലാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും എൻ്റെ കൂടെ അങ്ങോട്ട് വരണം. സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളയും. അങ്ങോട്ട് എൻ്റെ കൂടെ വരണം. പ്രത്യേകിച്ച് ഖുർആൻ്റെ സദസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനേ പാടില്ല. ഇദാ ഖുരിഅൽ ഖുർആൻ وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. ഖുർആൻ ഓതുന്ന സദസ്സിൽ അതിനെ തന്നെ ശ്രദ്ധിക്കണം. ഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു, അതിനെ തന്നെ ശ്രദ്ധിക്കണം. വഅൻസിതു, മിണ്ടാതിരിക്കണം, അതിനെ തന്നെ ശ്രദ്ധിക്കണം. അത്രയും പ്രധാനപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുർആൻ. ഞാൻ ചില കാര്യങ്ങളിലൂടെ എങ്ങനെയാണ് രോഗികളെ ഖുർആൻ ഏതു തരത്തിൽ നോക്കുന്നു എന്ന് മനസ്സിലാക്കാം. വിശ്വാസികളെ നാം ചിന്തിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആരാധനാ കർമ്മങ്ങൾ അതിപ്രധാനം. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെ ആരാധനാ കർമ്മങ്ങൾ അതിപ്രധാനമായി അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥമാണ്, ഒരു മതമാണ് ഖുർആനും ദീനുൽ ഇസ്ലാം. എന്നാൽ ഈ വേദഗ്രന്ഥങ്ങളിലെല്ലാം പ്രഥമമായി ഈ വിഷയങ്ങളിലെല്ലാം പ്രഥമമായി ഇളവ് നൽകുന്ന സമൂഹം രോഗികളാണ് എന്നതാണ് ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിൽ നിന്നുകൊണ്ട് രോഗികളോട് എത്ര ദയാവായ്പോടുകൂടെയും സ്നേഹത്തോടുകൂടെയാണ് ഖുർആൻ നോക്കുന്നത് എന്ന് ഈ കണ്ണിലൂടെ നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. നമസ്കാരം, ഉളൂ ചെയ്യുക, വെള്ളം കിട്ടിയവൻ ഉളൂ ചെയ്തിരിക്കണം. പക്ഷേ ഇളവുണ്ട് രോഗിക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത വ അൻതും സുകാറ حتى تعلموا ما تقولون ولا جنبا إلا عابر سبيل حتى تغتسلوا وإن كنتم مرضى وعلى سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله عفو غفور. സൂറത്തുൻ നിസായിന്റെ 43-ാമത്തെ വചനം. വുളൂ ചെയ്യുക എന്നത് അതിപ്രധാനപ്പെട്ട കാര്യമാണ്. പരലോകത്തെ തന്നെ തിരിച്ചറിയാനുള്ള മാർഗം വുളൂ ആണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വുളൂവിനെ അധികരിപ്പിക്കാൻ വേണ്ടി അടിക്കടി ഖുർആൻ പറയുന്നുണ്ട്. വുളൂ ഇല്ലാതെ നമസ്കാരം സ്വഹീഹാകുന്ന വിഷയവുമില്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളെ വുളൂഇൽ നിന്ന് മാറ്റുക. എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുർആൻ രോഗികൾക്ക് ഒഴിവാക്കി കൊടുക്കുക.
وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا. നിങ്ങൾ രോഗികളാണെങ്കിൽ, മറ്റു ഒരുപാട് വിഷയങ്ങളാണ് പറയുന്നത്, ഞാൻ നീട്ടി പറയുന്നില്ല. നിങ്ങൾ രോഗികളാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിന്റെ കാര്യത്തിൽ അള്ളാഹു ഇളവ് നൽകുകയാണ്. നിങ്ങൾ രോഗികളാകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ നമസ്കാരത്തിന് വെള്ളം ഉപയോഗിക്കേണ്ട, പകരം മണ്ണുപയോഗിച്ചാൽ മതി എന്ന് ഖുർആൻ പറയും. ഒന്നാമത്തെ ഇളവ് വുളൂഇൽ മാത്രമല്ല, ശരിക്കും നമസ്കാരത്തിലും ഇളവ്. അന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഖാല ഖാല റസൂലുള്ളാഹി, നമസ്കാരത്തിന്റെ കളവ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇമ്രാൻ പറയാണ്, എനിക്ക് അർശസിന്റെ സുഖക്കേടുണ്ടായപ്പോൾ ഞാൻ മുസ്തഫ നബിയുടെ അരികിൽ സമീപിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയെ, എനിക്ക് സുഖക്കേടാണ്, മുലക്കുരുവിന്റെ സുഖക്കേടാണ്, അതുകൊണ്ട് നമസ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമ, നീ നിന്ന് നമസ്കരിക്കുക. ഫഇല്ലം യസ്തതി, നിന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫഖായിദ, ഇരുന്ന് നമസ്കരിക്കുക. ഫഇല്ലം യസ്തതി, ഇരുന്ന് നമസ്കരിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഫസ്വല്ലി അലാ ജംബിൻ, രോഗിയോട് ഫസ്വല്ലി അലാ ജംബിൻ, കിടന്ന് നമസ്കരിച്ചാൽ മതി. ഇളവ് നമ്പർ 2 നമസ്കാരത്തിന്റെ കാര്യത്തിൽ. വുളൂഇൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമസ്കാരം. നമസ്കാരത്തിലെ അതിപ്രധാനപ്പെട്ട കാര്യമാണ് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കുക, നിന്ന് നമസ്കരിക്കുക എന്നത് അവന്റെ വിനയത്തിന്റെ പരമാവധിയാണ്. പക്ഷേ രോഗിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് ചെയ്യുന്നു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രോഗി നിൽക്കേണ്ടതില്ല, രോഗിക്ക് ഇരിക്കാവുന്നതാണ്. ഇരിക്കാനും രോഗിക്ക് കഴിയില്ലെങ്കിൽ രോഗിക്ക് കിടന്നും നമസ്കരിക്കാവുന്നതാണ്, യാതൊരു വിരോധവുമില്ലെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ ഒരു നമസ്കാരമായിരുന്നു തഹജ്ജുദ് നമസ്കാരം. ഒരു കാലഘട്ടത്തിൽ 5 വഖത്ത് ഫർളും പിന്നെ ഒരു വാജിബും ഉണ്ടായിരുന്നു. വാജിബായിട്ടാണ് തഹജ്ജുദ് വന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫ വിൻഖുസ് മിൻഹു ഖലീല ഉസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല. വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയായിട്ടാണ് തഹജ്ജുദ് വന്നത്. 5 ഫർളും ഒരു വാജിബും എന്ന രൂപത്തിലാണ് തഹജ്ജുദ് നമസ്കാരം വന്നത്. എന്നാൽ തഹജ്ജുദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവാക്കി കൊടുത്തു. ആ വാജിബ് തന്നെ സുന്നത്താക്കി മാറ്റിയത് രോഗികളാണ് കാരണം എന്ന് സൂറത്തുൽ മുസമ്മിൽ പറയുന്നുണ്ട്. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈൽ വനിസ്ഫഹു വസുലുസഹു വത്വായിഫതും മിനല്ലദീന മഅക വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ അലിമ അൻ സയകൂനു മിൻകും മർള. മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു, നിർബന്ധമായും തഹജ്ജുദ് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. രാത്രിയുടെ പകുതി നേരം, രാത്രിയുടെ 2 ഭാഗം, അല്ലെങ്കിൽ പകുതി നേരം, അല്ലെങ്കിൽ 1/3 ഭാഗമെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കണം ആദ്യം പറഞ്ഞു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലാഹു ഇളവ് നൽകുകയാണ്. എന്തുകൊണ്ട്? അലിമ അൻ സയകൂനു മിൻകും മർള. അതിപ്രധാനപ്പെട്ട ഒരു ആരാധന, കോടിക്കണക്കായ ആളുകൾ രാത്രി ചെയ്യേണ്ട ഒരു ആരാധന രോഗികളെ കണക്കാക്കി വിശുദ്ധ വേദഗ്രന്ഥം അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. സൂറത്തുൽ മുസമ്മിൽ. വുളൂഇൽ ഇളവ്, നമസ്കാരത്തിൻ്റെ കർമ്മത്തിൽ ഇളവ്, നമസ്കാരത്തിൽ തന്നെ വാജിബിനെ ഇളക്കിയിട്ട് സുന്നത്താക്കി കൊടുത്തു. ശ്രദ്ധിക്കണം. നോമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശഹ്റു
റമളാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫൽയുസും മൻ കാന മരീള. സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ വചനം. ശഹ്റു റമളാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും വമൻ കാന മരീള ഔ അലാ സഫരിൻ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് റമളാനിന്റെ മാസത്തിലെ നോമ്പ് ബാധകമല്ലെന്ന് വിശുദ്ധ ഖുർആൻ. ഇളവ് രണ്ടാമത്തെ കാര്യത്തിലും ചെയ്തു കൊടുത്തു. സക്കാത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് രോഗിക്ക് സത്യത്തിൽ ഇളവ് ഇല്ലാത്തത്. അപ്പൊ ഇളവ് എല്ലാവരും ഇനി അത് അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഓരോരുത്തരോട് ചെയ്തു കൊടുക്കുക. എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ. ഉറക്കെ പറയാം, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കും. ഒരാളും വിഷമിക്കട്ടെ, സ്വീകരിക്കും തീർച്ചയായും. അപ്പൊ ഇളവ് നമസ്കാരത്തിന്റെ വിവിധ കർമ്മങ്ങളിൽ ഇളവ്, നോമ്പിൽ ഇളവ്. സക്കാത്തിൽ മാത്രം ഇളവില്ല, കാരണം അത് കൊടുക്കേണ്ടതാണ്, സൃഷ്ടികൾക്ക് കിട്ടേണ്ടതാണ്, അതിൽ ഇളവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അതിൽ കൊടുക്കുന്നതിൽ ഒരിക്കലും ഇളവുണ്ടാവില്ല. അള്ളാഹ്ക്ക് കിട്ടുന്നതിലൊക്കെ അള്ളാഹു ഇളവ് ചെയ്യും. ഹജ്ജിൽ ഇളവ്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك. സൂറത്തുൽ ബഖറയുടെ 196-ാമത്തെ വചനം. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജിനെയും ഉംറയെയും അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന്. എന്നിട്ട് പറഞ്ഞു ഫമൻ കാന മിൻകും മരീളാ. ഹജ്ജിനിടയിൽ ഒരാൾ രോഗിയായി എങ്കിൽ അയാൾ പിന്നെ കർമ്മങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കേണ്ടതില്ല. അയാൾക്ക് എന്തെങ്കിലും പ്രായശ്ചിത്തം നൽകി, അല്ലെങ്കിൽ വല്ല പ്രായശ്ചിത്തം നൽകി ആ കർമ്മത്തിന് അയാൾക്ക് പരിഹരിച്ചാൽ മതി. അയാൾ രോഗിയായതുകൊണ്ട് അള്ളാഹു അയാൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ 196-ാമത്തെ വചനം. ഞാൻ വിശദീകരിക്കുന്നു എന്തിന്. ഞാൻ ചില ഹദീസുകൾ പറയാം. രോഗികളോട് ഖുർആൻ കാണിക്കുന്ന, ഹദീസ് കാണിക്കുന്ന സ്നേഹവായ്പ്. عن أبي موسى الأشعري رضي الله عنه قال قال رسول الله. നോക്കൂ, ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇദാ മരിളൽ അബ്ദു, ഒരാൾ രോഗിയായാൽ കുതിബ ലഹു അയാൾക്ക് എഴുതപ്പെടുന്നതാണ് മാ കാന യഅമലു സ്വഹീഹാ. ഇദാ മരിളൽ അബ്ദു, ഒരാൾ രോഗിയായാൽ കുതിബ ലഹു അയാൾക്ക് എഴുതപ്പെടുന്നതാകുന്നു മാ കാന യഅമലു സ്വഹീഹാ, ആരോഗ്യമുള്ള സമയത്ത് അയാൾ ചെയ്തിരുന്ന അത്ര അമൽ അള്ളാഹുവിന്റെ വക. ചിന്തിക്കാം. ഒരാൾ രോഗിയായാൽ, ഒരാൾ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയാൽ അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ പകുതി ലഭിക്കും. എന്നാൽ ഒരാൾ രോഗിയായാൽ ചിന്തിക്കണം, അള്ളാഹു കൊടുക്കുന്ന കൂലിയോ? അള്ളാഹു കൊടുക്കുന്ന കൂലി കുതിബ ലഹു അയാൾക്ക് എഴുതപ്പെടുന്നതാണ് മാ കാന യഅമലു സ്വഹീഹാ. ആരോഗ്യമുള്ള സമയത്ത് അയാൾ എത്ര ചെയ്തിട്ടുണ്ടോ അത്ര കൂലി. ആരോഗ്യമുള്ള സമയത്ത് കൂടുതൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറക്കരുത്. സ്വഹീഹുൽ ബുഖാരി. കുറേ പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ട്, നല്ല സാമൂഹിക പ്രവർത്തകന്മാർ, സാമൂഹിക സേവകന്മാരൊക്കെ ഇവിടെ മുന്നിലിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, ഇപ്പം നിങ്ങൾ ഓടിക്കോളൂ. ഈ ഓട്ടത്തിന് അല്ലാഹു നിങ്ങൾക്ക് എന്ന് നിങ്ങളെ ഓട്ടം ലഭിച്ചോ, നിലച്ചോ, അന്ന് നിങ്ങളുടെ ലാഭത്തിന് അതിരുണ്ടാവില്ല. അല്ലാഹു തരട്ടെ. കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി ഇദാ ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറയാ, ഇദാ മരിളൽ അബ്ദു, ഒരാൾ രോഗിയായാൽ കുതിബ ലഹു അയാൾക്ക് എഴുതപ്പെടുന്നതാണ് മാ കാന യഅമലു സ്വഹീഹാ. ആരോഗ്യമുള്ള
സമയത്ത് എത്ര അയാൾ അമൽ ചെയ്തിട്ടുണ്ടോ ആ അളവിൽ അയാൾക്ക് എഴുതപ്പെടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദാവൂദ് വിശദീകരിക്കുന്നുണ്ട്. ഇദാ കാനൽ അബ്ദു യഅമലു അമലൻ സ്വാലിഹ, ഒരാൾ സ്വാലിഹായ അമൽ ചെയ്യുന്നവനാണെങ്കിൽ ഫശഗലഹു അൻ മറദിൻ, രോഗം കാരണമായി അത് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ കുതിബ ലഹു, അയാൾക്ക് അത്രയും അമൽ എഴുതപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയുണ്ട് ഹദീസ്, ഇന്നൽ അബ്ദ, പുണ്യനബി പറയുന്നു, അങ്ങോട്ട് പറയേ, ഞാൻ പറയിപ്പിക്കണ്ട, പുണ്യനബി ഇന്നൽ അബ്ദ, ഒരു അടിമ ഇദാ കാന അലാ ത്വരീഖത്തിൻ ഹസന, ഒരു നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ടേ വരികയായിരുന്നു. നല്ല ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ട് ഒരാൾ വരിക, സുമ്മ മരിള, പിന്നെ അയാൾ രോഗിയായി. എന്നാൽ ഖീല ലിൽ മലക്കി അൽ മുവക്കലി ബിഹി, അയാളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് അല്ലാഹു പറയും ഉക്തിബ് ലഹു മിസ്ല അമലിഹി. അല്ലാഹു നമുക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തരട്ടെ. പിന്നെയുണ്ട് അന്നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ഇനി രോഗം തന്നെ ഒരു അല്ലാഹു രോഗം അയാൾക്ക് എഴുതുന്നു മാത്രമല്ല, അയാൾക്ക് ആ സീസണിൽ അയാൾ ചെയ്ത അമലിന്റെ അത്ര എഴുതുമെന്ന് മാത്രമല്ല. സ്വഹീഹുൽ ബുഖാരി നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു രോഗവും ബാധിക്കുന്നില്ല, വലാ വസബിൻ, ഒരു പ്രയാസവും, വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഉമ്മിൻ, ഹത്ത ശൗകതി യുശാഖുഹാ തഹ്ത ഖദമിഹി, അയാൾ കാലിന്റെ ചുവട്ടിൽ ഒരു മുള്ള് തറച്ചാൽ അടക്കം ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായ, ആ രോഗം കാരണവും ആ വിഷമം കാരണവുമായിട്ട് അള്ളാഹു അയാളുടെ ദോഷത്തെ മാപ്പാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. എന്താ ഒന്ന്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വിഷയമല്ല, വേറൊരു വിഷയമാണ്. അതായത് നേരത്തെയുള്ള സീസണിൽ അയാൾ ചെയ്ത അമലിന്റെ അത്ര അയാൾക്ക് എഴുതി വെക്കണമെന്ന് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ അതല്ല, ആ രോഗത്തിലായി അള്ളാഹുവിന് വേണ്ടി ആ രോഗത്തിൽ പെട്ടു എന്ന കാരണത്താൽ അയാളുടെ ദോഷം അള്ളാഹു മാപ്പാക്കി കൊടുക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു മാപ്പാക്കി തരട്ടെ, അള്ളാഹു മാപ്പാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. എല്ലാ രോഗികൾക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ. കേട്ടോളൂ. ما يصيب المسلم من نصب ولا وصب ولا هم ولا حزن ولا أذى ولا غم حتى الشوكة يشاكها, കാലിന്റെ ചുവട്ടിൽ തറച്ച ഒരു മുള്ളടക്കം ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായ, അത് കാരണം അയാളുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയുണ്ട് ഒരുപാട്. മാമിൻ മുസ്ലിമിൻ യുസീബുഹു ദു ശൗകത്തിൻ ഫമാ ഫൗഖഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുള്ള കുത്തിയിട്ട് ഒരു രോഗം ഉണ്ടായാൽ പോലും, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടായാൽ പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ. സ്വഹീഹ് മുസ്ലിം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. എത്രത്തോളം ഇതിനെ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വിഷയം ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഹദീസ് താൽക്കാലികം പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവത്തിലേക്ക് ഇട്ട് തരാം. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, കേട്ടോളൂ ഈ ഹദീസ് ശ്രദ്ധിച്ചു. യവദ്ദു അഹ്ലുൽ ആഫിയത്തി യൗമൽ ഖിയാമ ഹീന യുഅതാ അഹ്ലുൽ ബലാഇ അസ്സവാബ. യവദ്ദു അഹ്ലുൽ ആഫിയത്തി യൗമൽ ഖിയാമ, ദുനിയാവിൽ ഈ ലോകത്തെ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്ന ആളുകൾ കൊതിച്ചു പോകും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഹീന യുഅതാ അഹ്ലുൽ ബലാഇ അസ്സവാബ, ഈ ലോകത്തെ രോഗികളായ ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് കൂലി വിതരണം ചെയ്യുന്ന നേരത്തെ ആരോഗ്യത്തോടു കൂടെ ജീവിച്ചിരുന്ന ആളുകൾ കൊതിച്ചു പോകും. ലൗ അന്ന ജുലൂദഹും കാനത്ത് ഖുരിളത് ബിൽ മഖാരിൽ, അവരുടെ ശരീരവും അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം നൽകുകയും അത് ആയുധങ്ങൾ കൊണ്ട് വെട്ടിക്കുകയും പൊട്ടിക്കുകയും അതിനെ മുറിച്ച് കളയുകയും, എൻ്റെ ദുന്യാവിൽ എൻ്റെ കാലൊന്ന് മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ കൈയൊന്ന് മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ തൊലിയൊന്ന് ഛേദിച്ചിരുന്നുവെങ്കിൽ എന്ന് ആ നേരത്ത് കൊതിച്ചു പോകുമെന്ന് പുണ്യനബി. ഒന്നും കൂടി ഞാൻ പറയാം, ചിന്തിക്കണം.
പരലോകത്ത് ഈ ലോകത്ത് രോഗികളായ ആളുകൾക്ക് പരലോകത്തെ കൂലി വിതരണം ചെയ്യും. അപ്പോൾ ഈ ലോകത്തെ ആരോഗ്യത്തോടു കൂടി ജീവിച്ച് മരിച്ചു പോയ ആളുകൾ അവർക്ക് കൊടുക്കുന്ന കൂലി കാണുമ്പോൾ കുറിച്ചു, അല്ലാഹുവേ എൻ്റെ റഹ്മാനെ, എനിക്കും ഈ കഴിഞ്ഞ ലോകത്ത് വലിയ രോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചു പോകുമെന്ന് പുണ്യനബി. ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞത്? അതാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശരി, ഇങ്ങനെ ഒരുപാട് ഹദീസ് ഉണ്ട്, എത്രയാന്ന് കണക്കില്ല. ശരി, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണ് സഹോദരങ്ങളെ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത്? ചിന്തിക്കണം. അവിടെയാണ് നമ്മളെ തലച്ചോറ് ഉണരേണ്ടത്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. നോക്കൂ, രോഗിക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന സ്നേഹവായ്പ എത്രയാ? ഇതിൽ നിന്ന് ആരോഗ്യമുള്ളവർ പഠിക്കണം. ഹബീബായ നബി പറഞ്ഞത് തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ, നിങ്ങൾ അള്ളാന്റെ സ്വഭാവം സ്വീകരിക്കണം എന്ന്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അഥവാ ഭൂമിക്ക് മുകളിൽ നടക്കുന്നതിൽ അല്ലാഹു തആല ഏറ്റവും സ്നേഹം ചൊരിയുന്നതും ഏറ്റവും ഇളവ് നൽകുന്നതും ഏറ്റവും അനുഗ്രഹം ചൊരിയുന്നതും നിങ്ങൾ പറയും രോഗികൾക്ക്. അതുകൊണ്ട് തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ, അള്ളാന്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടാവണം. അഥവാ നിങ്ങൾ ഏറ്റവും ഔദാര്യം ചൊരിയുന്നത് രോഗികളോടായിരിക്കണം. കിട്ടണ്ടേ? മൻ ലാ യർഹമു ലാ യുർഹമു, കരുണ ചെയ്യാത്തവരോട് കരുണയില്ല, കരുണ ചെയ്യാത്തവർക്ക് കരുണയില്ല. ഫഅമ്മാ മൻ അഅതാ തഖ വസ്വദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകർറബ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ ما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. ഇങ്ങനെയുണ്ടോ ഒരു വേദഗ്രന്ഥം? കൊടുക്കാൻ പറഞ്ഞ ഒരു വേദഗ്രന്ഥം വേറെ ഉണ്ട്. ആവശ്യക്കാരൻ വന്നത് കുതിരപ്പുറത്താണെങ്കിലും കൊടുക്കണമെന്ന് പുണ്യനബി. എന്ന രസമുണ്ട്. അന്നത്തെ കുതിര ഇന്നത്തെ എന്താ പറയാ? എന്ത് ഇന്നോവ ആർക്ക് വേണം? ഇന്നോവല്ല അവർ പറ കാളിസ. അതിനൊക്കെ പോയിട്ട് കാലത്രേ റോൾസ് റോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രിട്ടീഷ് രാജകുമാരിമാർക്ക് പോകാൻ വേണ്ടി ആ റോൾസ് റോയ്സ് കമ്പനി ഉണ്ടാക്കി. ചോദിക്കുന്നവനെ നീ ആവശ്യക്കാരൻ നീ കൊടുക്കണം. എടുത്തോ. അവര് കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണം. വന്നവൻ ആവശ്യക്കാരൻ വന്നത് കുതിരപ്പുറത്താണെങ്കിലും അവന് കൊടുക്കണമെന്ന് പുണ്യനബി. കാരുണ്യമില്ലാതെ ദീനില്ല. ഒരാൾ നൽകിയാൽ പോക്കറ്റ് പിടിച്ചവർക്കൊന്നും സ്വർഗം ഉണ്ടാവില്ല. മുസ്ലിയാരായിട്ടും കാര്യമില്ല, തങ്ങളായിട്ടും കാര്യമില്ല. മുസ്ലിയാരായാലും തങ്ങളായാലും അതിൻ്റെ അപ്പുറമുള്ള ആരായാലും ആരാണെങ്കിലും വേണ്ടില്ല, പോക്കറ്റിന് തുറക്കാൻ മടിയുണ്ടോ അവർക്കൊന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. ഒരാൾ നൽകിയാൽ, അള്ളാനെ പേടിച്ച് നൽകിയാൽ, ഇതിന്റെ പിന്നിൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന ബോധവും അയാൾക്കുണ്ടായാൽ,
അവനെ നാം സ്വർഗത്തിലേക്ക് നയിക്കും, സ്വർഗത്തിലേക്ക് എളുപ്പമാക്കും എന്ന് ഖുർആൻ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറയും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫഅമ്മാ മൻ അഅത ആർക്കെന്ന് പറഞ്ഞുതരാം. ഫഅമ്മാ മൻ ബഖില വസ്തഗ്ന, ഫഅമ്മാ മൻ ബഖില വസ്തഗ്ന, ഒരാൾ കൊടുക്കാൻ മടിച്ചു, തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തൻ പോരിമ കാണിച്ചു, തൻ്റെ പോരിമക്ക് വേണ്ടിയാണ് തൻ്റെ പണം ചെലവാക്കിയത് എങ്കിൽ ഇതിനു ശേഷമുള്ള സ്വർഗത്തെ കുറിച്ച് അവൻ അവാസ്തവപ്പെടുത്തുകയും ചെയ്തു എങ്കിൽ കൊടുക്കാത്തവനെ നാം നരകത്തിലേക്ക് എളുപ്പമാക്കും എന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പുണ്യനബി പറഞ്ഞു ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് മുഴുവനും കരുണ ചെയ്യൂ. ഹിന്ദു മുസ്ലിം അങ്ങനെയൊന്നും കണക്കില്ല, എല്ലാവർക്കും കൊടുത്തേക്ക് കാരുണ്യം ചെയ്യുവീൻ. ഇർഹമു മൻ ഫിൽ അർള്, സിയത്ത് സെന്റർ ചെയ്ത ഈ സേവനം പോലെ അവിടെ ഹിന്ദു ഇല്ല, അവിടെ ആവശ്യക്കാരൻ, അവിടെ മുസ്ലിം ഇല്ല, അവിടെ ക്രിസ്ത്യാനില്ല, അവിടെ ആവശ്യക്കാരൻ. നാളെ രാവിലെ നിങ്ങൾ സിയത്ത് സെന്ററിന്റെ ഓഫീസ് തുറന്നാൽ, നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് സിയത്ത് സെന്ററിന്റെ ഓഫീസ് തുറന്നാൽ മതഭേദമില്ലാതെ, കക്ഷിഭേദമില്ലാതെ, ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ, ദേശഭാഷയുടെ വ്യത്യാസമില്ലാതെ ആളുകൾ കാരുണ്യത്തിന് വേണ്ടി വരുന്ന ഒരേ ഒരു സ്ഥാപനം കോഴിക്കോട്, ഒരുപക്ഷേ കേരളത്തിൽ തന്നെ ഈ സ്ഥാപനത്തെ പോലെ പ്രധാനമായ സ്ഥാപനം കുറവായിരിക്കും. വളരെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ മഹാത്ഭുതമായി ഇത് അല്ലാഹു തആല മാറ്റി തരുമാറാകട്ടെ. നാളെ നിങ്ങൾ പോയി നോക്കി, അവിടെ മതമില്ല, അവിടെ ദേശമില്ല, അവിടെ വർണ്ണമില്ല, അവിടെ വർഗമില്ല. അത് തന്നെയല്ലോ പുണ്യനബി പറയുന്നത് ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ആരാണെങ്കിലും ആവശ്യക്കാരനാവണം, യോഗ്യാവണം, കാരുണ്യം വേണ്ടവനാവണം. ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ ചെയ്യുവീൻ. വരിസംഖ്യയുടെ ആദ്യ ഗഡു തങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പോയത് 1000 രൂപ തങ്ങളെ വക വരിസംഖ്യയുടെ ആദ്യത്തെ ഗഡു എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് തങ്ങൾ പോയത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമുക്ക് വരിക്കാരിയാണ് വേണ്ടത്. മാസത്തിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് അത് നിങ്ങൾ എവിടെയാണോ എവിടുന്നാണോ അത് റിസീവർമാർ വന്നിട്ട് അവിടുന്ന് വാങ്ങിക്കോളും. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണ്ട. നിങ്ങൾ ഏത് നാട്ടുകാരനാണെങ്കിലും അവിടെ വാങ്ങാൻ സൗകര്യം ഉണ്ടാവും. നിങ്ങൾ ഏത് നാട്ടുകാരനാണെങ്കിലും അവിടെ വാങ്ങാൻ സൗകര്യം ഏർപ്പെടുത്തും. പക്ഷേ ഇനി ഒരു രോഗി ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് ബുദ്ധിമുട്ടരുത്. അവൻ ഹിന്ദു ആയാലും, അവൻ ക്രിസ്ത്യാനി ആയാലും, അവൻ മുസ്ലിം ആയാലും, ഒരു മനുഷ്യൻ. അല്ലാഹു അതിനുള്ള ഒരു ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. ഭൂമിയിലുള്ളവരോട് മുഴുവനും കരുണ ചെയ്യൂ മനുഷ്യരെ. പുണ്യനബി പറഞ്ഞു എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങൾക്കും കരുണ ചെയ്യുമെന്ന് പുണ്യനബി. അല്ലാഹുവും അവന്റെ മലക്കുകളും കരുണയില്ലാതെ വിശ്വാസിയാവില്ലല്ലോ പുണ്യനബി പറഞ്ഞു. ഒന്നും കൂടെ പറയേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൻ തുഅ്മിനു ഹത്താ തുറാഹിമു, കരുണയുള്ളവരാ വിശ്വാസികളാകാൻ കഴിയില്ലെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു കുല്ലുനാ റഹീം, ഞങ്ങളൊക്കെ കരുണയുള്ളവർ തന്നെയല്ലോ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി പറഞ്ഞു ലൈസ ബിറഹ്മതി അഹദികും, നിങ്ങൾ തമ്മിൽ കാണിക്കുന്ന റഹ്മത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. വലാകിൻ റഹ്മത്തുൽ ആമ്മ, വലാകിൻ റഹ്മത്തുൽ ആമ്മ. അവന്റെ മതത്തിനോ അവന്റെ കക്ഷിക്കോ അവന്റെ വിഭാഗത്തിനോ അവന്റെ വീട്ടുകാർക്കോ മാത്രം ചെയ്തു കൊടുക്കുന്ന കരുണയല്ല ഞാൻ പറയുന്നത്. വലാകിൻ റഹ്മത്തുൽ ആമ്മ, വലാകിൻ റഹ്മത്തുൽ ആമ്മ. ഖാല റസൂലുള്ളാഹി, നിന്റെ കാരുണ്യത്തിൽ നീ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയണം, അപ്പോഴേ നീ മുഅ്മിനാകൂ, നീ വിശ്വാസിയാകൂ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇത് കരുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ്. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ചില കാര്യങ്ങൾ നോക്കൂ. ഖുർആനോന്നി പറയുന്ന എന്താണ് പുണ്യമെന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. അത് ആയത്തുകളിൽ ആയത്തിന്റെ ജവാമിയാണ്, സമ്പൂർത്തീകരണമാണ് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് താബിഈങ്ങളെ രേഖപ്പെടുത്തുന്നു. എന്താണ് പുണ്യം എന്ന് സൂറത്തുൽ ബഖറയുടെ 177-ാമത്തെ വചനം പറയുന്നു. എവിടെ പുണ്യം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. എന്താണ് പുണ്യം? നിസ്കരിക്കലോ നോമ്പുൽക്കൽ. എന്താണ് പുണ്യത്തിന്റെ ആകത്തുക എന്ന് ഖുർആൻ പറയുന്നു. സൂറത്ത് അൽ ബഖറയുടെ 177-ാമത്തെ വരി ആയത്ത്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിച്ചു വെക്കലല്ല യഥാർത്ഥത്തിൽ പുണ്യമെന്ന് പറയുന്നത്. കിഴക്കോട്ട് പടിഞ്ഞാട്ട് ഒരു ദിശയിലേക്ക് അള്ളാഹുവിനെ ആരാധിച്ചൊരു കേന്ദ്രത്തിലേക്ക് നോക്കി ആരാധിക്കണമെന്ന് പറഞ്ഞ വേദഗ്രന്ഥമാണ്. പിന്നീട് ആ കാണിക്കുന്നത് അല്ല സത്യത്തിൽ പുണ്യത്തിൻ്റെ അവസാനം എന്ന് പറയാം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിച്ചു വെക്കലല്ല സത്യത്തിൽ പുണ്യമെന്ന് പറയുന്നത്. പിന്നെ എന്താ പുണ്യം? വലകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൻ നബിയീൻ. വിശ്വസിക്കേണ്ടവരിൽ കൃത്യമായി വിശ്വസിക്കുക. ഒന്ന്. പിന്നെന്താ പുണ്യം? ഒന്ന് വിശ്വാസം. പിന്നെന്താ? വആതൽ മാല അലാ ഹുബ്ബിഹി ദബിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ. നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറഞ്ഞ അതേ വേദഗ്രന്ഥമാണ് മർമ്മത്തിൽ തൊടുന്ന ഒരു വാക്ക് പിന്നെ പറയുന്നത്. അത് പറഞ്ഞുകൊണ്ടാ പറഞ്ഞതും. ആദ്യകാലത്ത് മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ കഅബാലയത്തിലേക്ക് തിരിയാൻ പറഞ്ഞു. ദിശ മാറ്റിയപ്പോൾ ചിലർക്ക് ചില വൈഷമ്യം. എന്താ ദിശ മാറ്റുന്നത്? ഇടക്കിടക്ക് അവർക്ക് ചില വൈക്ലഭ്യം. എന്തിനാ ദിശ മാറ്റിയത് എന്ന്. മറുപടി, എന്ത് ദിശ? ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ കിതാബ് വൽ മലായികതി വൽ കിതാബി വൻ നബിയീൻ. എന്താ പുണ്യം? ഒന്ന് വിശ്വസിക്കേണ്ടതിൽ ഇവരിൽ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കുക. പിന്നെയോ വആതൽ മാല. പിന്നെ വഅതൽ മാല. പിന്നെ എൻ്റെ കൂടെ അല്ലേ ആതൽ മാലൻ്റെ അർത്ഥം കിട്ടാത്ത ഉംറ വിസക്കാരൻ പോലും ഉണ്ടാവില്ല. പിന്നെ പൈസ കൊടുക്കേണ്ടി വരും വിചാരിച്ചിട്ട് അർത്ഥം പറയാതിരിക്കുക. ആതൽ മാല. ആട്ട് കൊടുക്ക, പോക്കറ്റ് ആട്ട് കൊടുക്ക. എടുത്ത് കാണിച്ചാൽ എൻ്റെ കയ്യിലുള്ള പോക്കറ്റിനുള്ളത് ഞാൻ ബക്കറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് കാണിച്ചാൽ ഒന്നും എൻ്റെ കയ്യിലില്ല. ആതൽ മാല. ധനത്തോട് ആർത്തിയുള്ള നേരത്ത് കൊടുക്കുക. വാപ്പാന്റെ മൂക്കിലൂടെ പൈപ്പ് കയറ്റി. ഇനി വാപ്പാക്ക് ഒരു തുള്ളി വെള്ളം ദുനിയാവെന്ന് പൈപ്പ് കൂടെ അല്ലാതെ കൊടുക്കാൻ പറ്റില്ല. അപ്പം വാപ്പ പറഞ്ഞു, എന്നാ എൻ്റെ 2 ഏക്കർ തെങ്ങും തോട്ടം CH സെൻ്ററിന് എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല,
പക്ഷെ അത് മർമ്മത്ത് ആവില്ല. എന്തുകൊണ്ട്? ഇനിയിപ്പോൾ 2 ഏക്കർ തെങ്ങും തോട്ടം വാപ്പാക്ക് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നും വാപ്പാക്കില്ല.